ശബരിമല സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും അമിത ആത്മവിശ്വാസവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് സിപിഎം വിലയിരുത്തൽ. ശബരിമല ഉയർത്തിയ എതിരാളികൾ നടത്തിയ പ്രചാരണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചടി മറികടക്കാൻ വിപുലമായ പ്രചാരണത്തിനും സിപിഎം നേതൃയോഗത്തിൽ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കാരണമായിട്ടില്ലെന്നായിരുന്നു സിപിഎമ്മിന്റെ ഇതുവരെയുള്ള നിലപാട്. എന്നാൽ ജില്ലാതല അവലോകന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 3 ദിവസമായി ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് നിലപാട് മാറ്റം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നെതിരായിട്ട് പ്രചാരവേലകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളും നടത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ അതിൽ നേട്ടമുണ്ടാക്കാൻ അവർക്കായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്നാൽ എതിരാളികളുടെ പ്രചാരണത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തൽ. സംഘടനാ ദൗർബല്യം ഇതിന് കാരണമായി എന്നാണ് കണ്ടെത്തൽ. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അമിത ആത്മവിശ്വാസവും തിരിച്ചടിക്ക് ആക്കം കൂട്ടി. അതേസമയം ഭരണവിരുദ്ധ വികാരവും വെള്ളാപ്പള്ളി കൂട്ടുകെട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നാണ് വിലയിരുത്തൽ. ഒന്നുകൂടി പറയട്ടെ. ഇല്ല. LDF നേതൃത്വത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഒരു പരിധിവരെ കാരണമായെന്നും അഭിപ്രായമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെറ്റിദ്ധരുത്തൽ നടപടിയിലേക്ക് കടക്കാനാണ് CPM തീരുമാനം. ആദ്യഘട്ടമായി സംസ്ഥാന വ്യാപകമായി ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിക്കും. ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം പാർട്ടിക്കും സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ലക്ഷ്യം. വാർഡുകൾ കേന്ദ്രീകരിച്ച് കുടുംബയോഗങ്ങളും ലോക്കൽ അടിസ്ഥാനത്തിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. LDF നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.